Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Okay. കഴിഞ്ഞ ക്ലാസ്സിലത്തേക്ക് നോട്ട്സ് ഒക്കെ വായിച്ചോ? Good afternoon, ma'am. വായിച്ചു. ഞാൻ നോട്ട്സ് പറയുമ്പോൾ എല്ലാവരും എഴുതിയെടുക്കാൻ തന്നെ ശ്രമിക്കുക കേട്ടോ. ഓക്കെ. നമ്മള് PDF ഇടുമ്പോഴെന്ന് വെച്ചാലുള്ള പ്രശ്നം എന്താന്ന് വെച്ചാല് അതായത് നിങ്ങളെ സംബന്ധിക്കുന്നതായിട്ടുള്ള ഒരു ഇഷ്യൂ വരുന്നത് നിങ്ങൾ നോട്ട്സ് ആയിട്ട് എഴുതിയെടുക്കില്ല അപ്പൊ. കാരണം ഞാൻ പറഞ്ഞ് ആ സമയത്ത് കേൾക്കുന്ന ഒരു എഫക്റ്റ് നിങ്ങൾക്ക് PDF വായിച്ചു ചിലപ്പോൾ കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നോട്ട് ക്ലാസ് സമയത്ത് ഞാൻ പറഞ്ഞു തരും. അപ്പൊ എന്ത് ചെയ്യാം, എഴുതിയെടുക്കാനായിട്ട് നോക്കാം. നോട്ട് പറയുമ്പോൾ എന്ത് ചെയ്യാം, എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് എന്ത് ചെയ്യുന്നത് എക്സ്ട്രാ നോട്ട് വേറെ തരുന്നത്. അല്ലാതെ എന്ത് ചെയ്യും, നമ്മൾ ആ ചാപ്റ്റർ വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോവുക ചെയ്യുന്നത് കേട്ടോ. ക്ലിയർ ആണോ പറഞ്ഞത്? Clear ആണ് മാം. ക്ലിയർ ആണ് അല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയാ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നേ? യുനാനി വരെ. എവിടെ വരെ പറഞ്ഞു നിർത്തിയിരുന്നേ? യുനാനി സിസ്റ്റം. ഓക്കെ. ഐശ്വര്യ ഒന്ന് പറഞ്ഞേ മോളെ, ആയുർവേദ അല്ല ആയുഷിനെ കുറിച്ച് ഒന്ന് പറഞ്ഞേ. ആയുഷ് ആരാ പറഞ്ഞ ആയുഷിനെ കുറിച്ചിട്ട്? ഐശ്വര്യ പറഞ്ഞേ. ഞാൻ പറയുന്ന ആളുകൾ മ്യൂട്ട് ഓൺ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. ഓക്കെ. പറയട്ടെ മാം. ആ 2014 നവംബർ 9 ആയുഷ് ഫോം ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് മിനിസ്റ്റർ അണ്ടർ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ആയുഷ് ഗവൺമെന്റിന്റെ അണ്ടറിലാണ് വരുന്നത്. പിന്നെ ആയുഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അണ്ടറിൽ വരുന്നത് ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി ആണ്. ഇതെല്ലാം കൂടി ചേർന്നതാണ് ആയുർവേദ എന്ന് പറയുന്നത്, ആയുഷ് എന്ന് പറയുന്നത്. ഇതിന്റെ എല്ലാം ഡെവലപ്മെന്റ്സും എല്ലാം കൂടിയിട്ട് എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ആണോ ഉണ്ടാവുന്നത് അതെല്ലാം അപ്ഡേറ്റ് ചെയ്യാനാണ് ആയുഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റം രൂപീകരിച്ചത്. ഓരോന്നും പറയണോ മാം? അത്രയും ആയുഷ്. ഓക്കെ. ഇനി നെക്സ്റ്റ് ആയുർവേദ. നിമിഷ കിരൺ. നിമിഷ. മിസ്സേ, ഞാൻ ആദ്യമായിട്ടാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല, കറണ്ട് ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ എനിക്ക് തുടക്കമാണത്, എനിക്കൊന്നും ഒരു പിടുത്തം കിട്ടിയിട്ടില്ല. ഓക്കെ ഓക്കെ, സാറില്ല. നോട്ട് നോക്കി എഴുതിട്ടാ മതി. പിന്നെ പറയാ മനീഷ. മനീഷ ചന്ദ്രൻ. ഹലോ മാം. മോളെ ആയുർവേദയെ കുറിച്ചിട്ടൊന്ന് പറഞ്ഞേ. Ayurveda is a science of life. This system deals with the cases, symptoms, diagnosis and treatment based all purpose of being. അതായത് ഒരു മനുഷ്യന്റെ മെന്റലായും ഫിസിക്കലായും സ്പിരിച്വലായിട്ടുള്ള രോഗങ്ങൾ കണ്ടെത്തി അതിന്റെ പൂർണ്ണമായും അത് മാറുന്ന രീതിയിൽ ചികിത്സിക്കുന്നു. പിന്നെ നോട്ട്സ് വന്നിട്ടുണ്ടായിരുന്നല്ലോ, എന്താ എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ? നോട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യയിൽ പ്രധാനമായിട്ടും നമ്മുടെ ഇന്ത്യയിൽ ഭൂമിയിൽ ഭൂതങ്ങൾ അടങ്ങിയതാണ്. അതായത് ഭൂമി, വെള്ളം, വായു, തീ, ഇത്രയും കമ്പൈൻഡ് ഫോമിലാണ് പഞ്ചമഹാഭൂതങ്ങൾ അടങ്ങിയിരിക്കുന്നത്. അത് എല്ലാ വസ്തുവിലും ഉണ്ട്. മനുഷ്യ ശരീരത്തില് ത്രിദോഷ, വാത, കഫ, പിത്ത, ഈ 3 ഘടകങ്ങൾ ഹ്യൂമൻ ബോഡിയിലും ഉണ്ട്. അതിന്റെ അളവ് ഈക്വൽ ആയിരിക്കണം. ഇനിയും അത് ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അസുഖം വരും. അതുപോലെ തന്നെ ആയുർവേദം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് നാച്ചുറൽ പ്ലാന്റ് ആണ്. ആയുർവേദം ഇസ് എ സേഫ്, നോ സൈഡ് എഫക്ട്സ്.
Okay. They are in a harmony with each other, but in human body, one of the dominating is called diseases. Okay. Okay. Next one. യോഗ ആരാ പറയാ? ജാസി നെക്സ്റ്റ്. നീതു വരും. മാഡം, പറഞ്ഞോളൂ മോളെ. യോഗ യോഗ ഒരു സയൻസ് ആണ്, അതുപോലെ തന്നെ ഒരു ആർട്ട് ഫോം കൂടിയാണ്. നമുക്ക് യോഗ കൊണ്ട് ലേഡീസിലുണ്ടാകുന്ന ഒരുപാട് ഹോർമോണൽ ഇൻബാലൻസ് ഒക്കെ ബാലൻസ് ചെയ്യാനും അത് നോർമലാക്കി എടുക്കാനും യോഗ കൊണ്ട് കഴിയുന്നു. പിന്നെ നമ്മുടെ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ യോഗ നമുക്ക് വളരെ പ്രധാനമാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ യുനാനി ആരാ പറയാ? യുനാനി. ഫാദർ ഓഫ് യുനാനി എന്ന് പറയുന്നത് ഹിപ്പോക്രാറ്റിസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് യുനാനി സിസ്റ്റത്തിനകത്ത് 2 തിയറീസ് ഉണ്ട്, ചതുർദിശ ആൻഡ് ചതുർഭൂത. നമ്മുടെ അതായത് നമ്മുടെ ബോഡിയിൽ 4 കമ്പോണൻസ് ആണ് ഇതിനെപ്പറ്റി പറയുന്നത്. ബ്ലഡ്, ഫ്ലം, ബൈല്, ബ്ലാക്ക് ബൈല്. പിന്നെ ഇതിന്റെ ഇൻക്രീസും ഡിഗ്രീസും വരുമ്പോഴാണ് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ് മനസ്സിലായില്ലേ? എല്ലാവർക്കും ഡൗട്ടൊന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ. ഞാൻ ലേറ്റായ മാം കേറിയത്. ഞാൻ മാമിന്റെ ക്ലാസ്സിൽ ഒരു ദിവസം കേറിയില്ല. അന്നാണോന്നറിയില്ല. മാമിന്റെ ഫസ്റ്റ് ക്ലാസ് എനിക്ക് ഇത്. എന്താ വളരെ ക്ലിയർ ആയില്ല, ഒന്നുകൂടി പറയാമോ? അല്ല, ഈ ക്ലാസ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. ഞാൻ ഒരു ദിവസം മിസ്സായിരുന്നു, അന്ന് എടുത്തതാണെന്ന് അറിയത്തില്ല. ഞാൻ കഴിഞ്ഞ തേഴ്സ്ഡേ വ്യാഴാഴ്ച ആയിരുന്നുണ്ടായിരുന്നെ. അന്ന് കേറാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് എനിക്കിന്നൊന്നും ഫസ്റ്റ് ഞാൻ കേൾക്കുന്നു. ഒരു കാര്യം ചെയ്യാം, ഇതിന്റെ ഉണ്ടാവുമല്ലോ, ക്ലാസ് റൂമിൽ ഉണ്ടല്ലോ, അതൊന്ന് കേട്ടാ മതി കേട്ടോ. എന്നിട്ട് നോട്ടൊന്ന് എഴുതിയെടുത്താ മതി. ഓക്കെ. യുനാനി വരെ എടുത്തിട്ടുള്ളൂ, കുറച്ചെടുത്തിട്ടുള്ളൂ. പിന്നെ ആയുഷിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതൊക്കെ ക്ലാസ്സിലുണ്ട്, അതനുസരിച്ചിട്ട് എഴുതിയെടുത്താൽ മതി. അല്ല, ഏതൊക്കെ വിഭാഗങ്ങളുണ്ടെന്ന് മാത്രം ഒന്ന് പറയൂ. യുനാനി, ആയുർവേദം, അങ്ങനെ ഓരോന്നിനെ കുറിച്ച് നോട്ട്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആയുർവേദ പറഞ്ഞിട്ടുണ്ട്, യോഗ പറഞ്ഞിട്ടുണ്ട്, യുനാനി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. 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 നെക്സ്റ്റ് വീഡിയോ ഓഫ് ചെയ്തോളൂ കേട്ടോ, റംല. ഓക്കെ. നെക്സ്റ്റ് വൺ സിദ്ധ സിസ്റ്റം. സിദ്ധ സിസ്റ്റം ആരാ വായിക്കാവുന്ന? മുല്ലാമുത്തു. മുല്ലാമുത്തു, ഞാൻ പറയുന്നവര് വായിക്കാൻ റെഡി ആയിട്ട് നിൽക്കുക കേട്ടോ. ഓക്കെ മാം. ഓക്കെ. ആ സിദ്ധ സിസ്റ്റം മാത്രം ഒന്ന് വായിക്കുക കേട്ടോ. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം. മാമിന്റെ പേരെന്താ മാം? എന്റെ പേര് അശ്വതി. അശ്വതി. ഓക്കെ. Attempts to define the Siddha system attempts to define disease as the condition is in which the normal equilibrium of the 5 elements in human beings is that result in different forms of discomfort. എന്താ പറയുന്നേ? മനുഷ്യ ശരീരത്തിലുള്ള 5 എലമെന്റ്സ് ഡിഫൈൻ ഡിസീസ് ആസ് ദ കണ്ടീഷൻ. ശരിയായ രീതിയിലാവാന് രോഗം നോർമലിക്കും സത്യാവസ്ഥ രോഗം ഉണ്ടാവുന്നുണ്ട് അല്ലേ? നമ്മൾ ആയുർവേദം എന്താ പറഞ്ഞിരുന്നേ? അതായത്
ഏതെങ്കിലും ഇപ്പൊ വാദത്തിന്റെയോ പിത്തത്തിന്റെയോ കഫത്തിന്റെയോ ഒക്കെ എന്താണ് ഏറ്റക്കുറച്ചിലുകൾ കൊണ്ട് എന്തുണ്ടാവും, നമുക്ക് രോഗം ഉണ്ടാവും. അത് തന്നെയാണ് എന്ത് പറയുന്നത്, യുനാനി പറയുന്നത് അല്ലെ. ബ്ലഡ്, ഫ്ലം, ബൈല്, അതിനകത്ത് ഏതെങ്കിലും ഒന്നിൽ എന്തുണ്ടാവും, ഏതെങ്കിലും ഒന്നിന്റെ അളവ് കൂടുതലോ അല്ലെങ്കിൽ കുറവോ വന്നാൽ എന്തുണ്ടാവും, നമുക്ക് രോഗാവസ്ഥ ഉണ്ടാകും. ഈ സിദ്ധ സിസ്റ്റം ഇത് തന്നെയാ പറയുന്നത്. അതായത് നമുക്ക് 5 എലമെന്റ്സ് ഉണ്ട്. 5 എലമെന്റ്സ് എന്ന് പറയുന്നത് പഞ്ചമഹാഭൂതാസ് ആണ് കേട്ടോ. ആ പഞ്ചമഹാഭൂതാസ് നമ്മുടെ ഹ്യൂമൻ ബോഡിയില് 3 ഫോമിലാണ് കാണപ്പെടുന്നത്. ആയുർവേദം പറയുന്നത് എന്താ, വാത, പിത്ത, കഫല്ലേ. അതുപോലെ തന്നെയാണ് എന്ത് സിദ്ധ സിസ്റ്റവും ഡിഫൈൻ ചെയ്യുന്നത്. നമ്മുടെ എന്താ പഞ്ചമഹാഭൂതാസ് 3 ഫോമിലാണ് കാണപ്പെടുക. 1 വാത, 2 പിത്ത, 3 കഫ. ഓക്കെ, അപ്പോ സിദ്ധ സിസ്റ്റത്തിന്റെയും ഡെഫിനിഷൻ പറയുന്നത് ഇത് തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആണോ? അതായത് നമ്മുടെ ആയുർവേദത്തിൽ പറഞ്ഞില്ലേ, ആയുർവേദത്തിൽ എന്താ പറയുന്നത്, പഞ്ചമഹാഭൂതാസ് ഉണ്ട്. ആ പഞ്ചമഹാഭൂതാസ് 3 ഫോമിലാണ് നമ്മുടെ ബോഡിയിലുള്ളത്. വാത, പിത്ത, കഫ. സിദ്ധ സിസ്റ്റത്തിൽ പറയുന്ന 5 എലമെന്റ്സ് എന്ന് പറയുന്നത് പഞ്ചമഹാഭൂതാസ് ആണ്. അത് 3 ഫോമിൽ എന്തുണ്ട്, നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. വാത, പിത്ത, കഫ. ആയുർവേദയും സിദ്ധയും ഏകദേശം ഒരുപോലെയുള്ള കാര്യങ്ങളാണ് എന്ത് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? ഞാൻ ഇപ്പൊ നിങ്ങൾ നോട്ട് എഴുതി എടുക്കരുത് കേട്ടോ. ഞാൻ പറയുമ്പോ നോട്ട് എഴുതി എടുത്താൽ മതി. ഇപ്പൊ ആദ്യം ക്ലാസ് പറയുന്നത് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോ the system believes that ഏത് സിസ്റ്റം, സിദ്ധ സിസ്റ്റം believes that role of 3 humors means components കേട്ടോ. 3 കമ്പോണൻസ് ഉണ്ട്. 1 വാത, 2 പിത്ത, 3 കഫ. ഓക്കെ, അത് പറഞ്ഞു. ഇനി സിദ്ധ സിസ്റ്റം എവിടെ ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത്, ഏതാണ്, ഏത് നാട്ടിലേക്കാണ് സിദ്ധ സിസ്റ്റം നമുക്കറിയാമോ? തമിഴ്നാടാണ് മാം. തമിഴ്നാടാണ് കേട്ടോ, തമിഴ്നാടാണ്. സിദ്ധ സയൻസ് ഇസ് എ ട്രഡീഷണൽ സിസ്റ്റം ജനറേറ്റഡ് ഫ്രം തമിഴ് കൾച്ചർ. ഓക്കെ, തമിഴ് കൾച്ചറിൽ നിന്നാണ് എന്ത് വന്നിരിക്കുന്നത്, സിദ്ധ സിസ്റ്റം ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത് കേട്ടോ. തമിഴ് സംസ്കാരത്തിൽ നിന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇത് മുൻപോട്ട് വെക്കുന്ന ഫേമസ് ആയിട്ടൊരു കോട്ട് ഉണ്ട്. മീൻസ് അതാണ് അവരുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സിദ്ധ സിസ്റ്റത്തിന്റെ ഫേമസ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ആണ് ഫുഡ് ഈസ് മെഡിസിൻ ആൻഡ് മെഡിസിൻ ഈസ് ഫുഡ്. ഓക്കെ, ഫുഡ് ഈസ് മെഡിസിൻ. നമ്മൾ കഴിക്കുന്ന ആഹാരമില്ലേ, അതാണ് എന്ത് നമുക്ക് മെഡിസിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അതാണ് പറയുന്നത്. എന്ത് നമ്മൾ എന്താണോ ആഹാരം കഴിക്കുന്നത്, ആഹാരമാണ് എന്ത് ചെയ്യുന്നത്, മെഡിസിൻ ആയിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ സിദ്ധ സിസ്റ്റം കൂടുതലായിട്ട് അതായത് ഊന്നി പറയുന്നത്, എംഫസൈസ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാല്, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ തോത് എങ്ങനെയാണോ, അതിൽ എന്തൊക്കെ ആഹാരങ്ങളാണ് നമ്മൾ കഴിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്, അത് തന്നെയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തില് മെഡിസിൻസ് ആയിട്ട് എന്ത് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മള് ബാഡ് ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ എന്തുണ്ടാവും, നമുക്ക് ഓൾമോസ്റ്റ് എന്തുണ്ടാവും, ഡിസീസ് നമുക്ക് വന്നിട്ടുണ്ടാകും. അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മള് നല്ല രീതിയിലുള്ള ഒരു ഫുഡ്, അതായത് ഫുഡ് ഹാബിറ്റ് എന്ത് ചെയ്യണം, നമ്മള് ഫോളോ ചെയ്യണം. ഇപ്പൊ ഈ സിദ്ധ സിസ്റ്റം പ്രധാനമായിട്ടും പറയുന്നത് ഫുഡ് എന്ന് പറയുന്നത് മെഡിസിൻ ആണ്, മെഡിസിൻ തന്നെയാണ് ഫുഡ് എന്നാണ് ഇത് കൂടുതലായിട്ട് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് സിദ്ധ സിസ്റ്റത്തിനെ കുറിച്ച് പറയാനുള്ളത്. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇത് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത് തമിഴ് കൾച്ചറിൽ നിന്നാണ്. രണ്ടാമത്തേത് ഇതിന്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാല് ഫുഡ് ഈസ് മെഡിസിൻ ആൻഡ് മെഡിസിൻ ഈസ് ഫുഡ്. മൂന്നാമത്തേത് പഞ്ചമഹാഭൂതാസ് 3 ഫോമിലാണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലുള്ളത്. 1 വാത, 2 പിത്ത, 3 കഫ. ഓക്കെ, ഈ 3 പോയിന്റ്സും ക്ലിയർ ആയില്ലേ? ഓക്കെ, ഒന്ന് നോട്ട് എഴുതിക്കോളൂ കേട്ടോ. സിദ്ധാന്ത ഹെഡിങ് കൊടുക്കുക. ഓക്കെ,
സിദ്ധാന്ന് ഹെഡിങ് കൊടുക്കുക. The Siddha system, the Siddha system is a ഒന്നും കൂടി പറയോ? The Siddha system is a traditional system. Traditional system generated from Tamil culture. നെക്സ്റ്റ് സെന്റൻസ് ഒന്നുകൂടെ പറയാമോ മാഡം? Generated from Tamil culture. Okay. The Siddha system is a traditional system generated from Tamil culture. The system, അടുത്ത പോയിന്റ് ആയിട്ട് പറയുന്നേ, the system believes that the system believes that the role of three components, the role of three, role, പ്രാധാന്യം കേട്ടോ, role of three components, മൂന്ന് ഘടകങ്ങള്. ഒന്ന്, ആദ്യത്തേത് വാദ. One more കൂടി. The system believes that the role of three components. Okay. Three, മൂന്ന് components കേട്ടോ. Okay. ആദ്യത്തേത് വാദ. Second one is pitta. And third one is kapha. ഖബയുടെ സ്പെല്ലിംഗ് ഒന്നുകൂടെ പറയാം സർ? എന്താ? ഖബയുടെ കഫ് എന്ന് എഴുതിയാലും മതി. COUGH, കഫ്. കഫ. ഓക്കെ. കഫ അല്ലെങ്കിൽ കഫ എങ്ങനെയായാലും മതി, കുഴപ്പമില്ല. ഇനി ലാസ്റ്റ് പോയിന്റ്, ഇത് എൻഷുവർ എന്ന് പറഞ്ഞാൽ എന്താ? ഉറപ്പുവരുത്തുക അല്ലെ? ഇത് എൻഷുവർ പ്രിവെൻഷൻ ആൻഡ് പ്രൊമോഷൻ. പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രതിരോധം അല്ലെ? പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രോത്സാഹനം. ഓക്കെ മാം ഒന്നും കൂടി പറയാവോ? ഒന്നുകൂടി പറയാം. ഇറ്റ് എൻഷുവർ, ഇത് ഉറപ്പുവരുത്തുന്നു. ഇറ്റ് എൻഷുവർ, ENSURE, എൻഷുവർ. ഓക്കെ മാം, ദ ഇൻഷുർ എന്നാണോ?
ഇറ്റ് എന്നാണ് ഇറ്റ് കേട്ടോ. ആണല്ലേ? ആ ഓക്കെ ഓക്കെ. ഇറ്റ് എൻഷുർ പ്രിവെൻഷൻ ആൻഡ് പ്രൊമോഷൻ. പ്രിവെൻഷന്റെ സ്പെല്ലിംഗ് വേണോ? PREVENTION പ്രിവെൻഷൻ. സാറില്ല, ചില കുട്ടികൾക്ക് സ്പെല്ലിംഗ് അറിയില്ലായിരിക്കും. അത് സാറില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ, പറഞ്ഞുതരാം. ആൻഡ് പ്രൊമോഷൻ കേട്ടോ. പ്രൊമോഷൻ PROMOTION പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ദോ THOUGH ഹെൽത്ത് ദോ THOUGH. മാം ആ വേർഡ് ഒന്നുകൂടെ പറയോ മാം? ഇറ്റ് എൻഷുർസ് പ്രിവെൻഷൻ ആൻഡ് പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ദോ THOUGH. ഇവിടെ കമന്റിൽ വരുന്നുണ്ട് കേട്ടോ, അവര് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. The principles of food. നെക്സ്റ്റ് പോയിന്റ് ആണോ മാം? നെക്സ്റ്റ് പോയിന്റ് ആണോ? എന്താ നെക്സ്റ്റ് പോയിന്റ് ആണോ മാം? ഇതിന്റെ കൂടെ തന്നെ ഉള്ളതാണ്. തേർഡ് പോയിന്റ് ആണ് കേട്ടോ പറയുന്നത്. ഓക്കെ. The principles എന്ന് പറഞ്ഞാൽ തത്വങ്ങൾ അല്ലേ? പ്രിൻസിപ്പിൾസ് ഓഫ്, ഞാൻ പറഞ്ഞ കോട്ട് കേട്ടോ. ഫുഡ് ഈസ് മെഡിസിൻ ആൻഡ് മെഡിസിൻ ഈസ് ഫുഡ്. ഒന്നുകൂടെ പറയോ? ഫുഡ് ഈസ് മെഡിസിൻ. എന്നാണോ? ഫുഡ് നമ്മുടെ ആഹാരം തന്നെയാണ് നമ്മുടെ മരുന്ന് കേട്ടോ. ഫുഡ് ഈസ് മെഡിസിൻ. WOULD ഫുഡാണോ? ഫുഡാണോ? ഫുഡ് ആഹാരമില്ലേ നമ്മ കഴിക്കുന്ന. ഓക്കെ. ഇവിടെ കമന്റ് വരുന്നുണ്ട് നോക്കി. ഫുഡ് ഈസ് മെഡിസിൻ ആൻഡ് മെഡിസിൻ ഈസ് ഫുഡ്. ഓക്കെ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് എന്താ സിസ്റ്റത്തിനെ കുറിച്ച് പറയാനുള്ളത് കേട്ടോ. നെക്സ്റ്റ് വൺ നാച്ചുറോപ്പതി. മാം ആ പോയിന്റ് ഒന്നുകൂടെ പറയോ? ഇറ്റ് എൻഷുർ മുതല് ഏത് കഴിഞ്ഞിട്ടാ? ഇറ്റ് എൻഷുർ മുതൽ പറയോ? ഇവിടെ കമന്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഫുഡ് ഈസ് മെഡിസിൻ ആൻഡ് മെഡിസിൻ ഈസ് ഫുഡ് എന്ന്. എല്ലാവരും കമന്റ്, കിട്ടാത്തവരൊന്ന് കമന്റ് നോക്കിയേ. കിട്ടാത്തവരൊക്കെ കമന്റ് നോക്കുക കേട്ടോ. കമന്റിലും ഇല്ലെങ്കിൽ ചോദിക്കുക. ഓക്കെ. നെക്സ്റ്റ് നാച്ചുറോപ്പതി. ആരാ വായിക്കാം? ഹൈന അൽത്താഫ് വായിക്കോ? ഹൈന. നീതു അരുൺ. Madam. Naturopathy believes that all disease is owing to accumulation of morbid matter in the body, and if scope is given for its removal, it provides cure or relief. എന്താ പറയുന്നേ നീതു നാച്ചുറോപ്പതിനെ പറ്റിയിട്ട്?
എന്താ മനസ്സിലായെന്ന് പറയാമോ? അറിയില്ല. അറിയില്ല. വേറെ ആരാ പറയാ? ആരെങ്കിലും ഒരാൾ പറഞ്ഞേ, എക്സ്പ്ലെയിൻ ചെയ്തേ. ഒരാള് പറയട്ടോ. മനസ്സിലായ കാര്യം ഒന്ന് പറഞ്ഞേ, എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞേ. മനീഷ. പറയമ്മ. പറഞ്ഞോളൂ. Believes that all diseases arise owing the accumulation of morbid matter in the body, and if scope is given for the removal, it provides cure and relief. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ റിമൂവ് ആവണമെങ്കിൽ നമ്മൾ അതിൽ വിശ്വസിക്കണമെന്നോ അങ്ങനെ എന്തെങ്കിലും എനിക്കങ്ങോട്ട് ശരിക്കും പദാർത്ഥങ്ങൾ അടിഞ്ഞുകൂടുന്നതുകൊണ്ടാണ്. നമ്മുടെ ശരീരത്തിലെ രോഗാതുരമായ പദാർത്ഥങ്ങൾ അടിഞ്ഞുകൂടുന്നത് കൊണ്ട് ആണ് നമുക്ക് കൂടുതലായിട്ടും രോഗം വരുന്നത്. അപ്പൊ അതിനെ റിമൂവ് ചെയ്യണം. അതാണ് നാച്ചുറോപ്പതി പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ, അതായത് നമുക്ക് രോഗം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നമ്മുടെ ശരീരത്തിൽ ധാരാളം എന്തുണ്ട്? മോർബിഡ് മാറ്ററുകൾ ഉണ്ട്. മോർബിഡ് മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? വിഷപദാർത്ഥങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ആ വിഷപദാർത്ഥങ്ങൾ ഉണ്ടാവുന്നതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ എന്താ ഉണ്ടാവുന്നത്? രോഗം ഉണ്ടാവുന്നത്. അപ്പൊ അത് പുറത്തേക്ക് കളഞ്ഞാൽ മാത്രമേ, അത് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? നമുക്ക് ക്യൂർ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ റിലീഫ് ഉണ്ടാവുള്ളൂ, നമുക്ക് രോഗത്തിൽ നിന്ന് ഒരു മോചനം ഉണ്ടാവുള്ളൂ എന്നാണ് ഇത് പറയുന്നത്, നാച്ചുറോപ്പതി പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ബോഡിയിൽ ധാരാളം മോർബിഡ് മാറ്റേഴ്സ് ഉണ്ട്. ഇതിന്റെ റിമൂവലും കൊണ്ട് മാത്രമേ നമുക്ക് ശരിയായ രീതിയിൽ എന്ത് ലഭിക്കൂ? ആരോഗ്യം ഉണ്ടാവുള്ളൂ എന്നാണ് നാച്ചുറോപ്പതി പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, നാച്ചുറോപ്പതി ചികിത്സയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എങ്ങനെയാ ഇത്? ആർക്കെങ്കിലും അറിയാമോ? ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും നാച്ചുറോപ്പതി ചികിത്സ? ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഹിജാമന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? എന്താ ബ്ലഡ് എടുക്കുന്നു. ബ്ലഡ് ഇങ്ങനെ വേസ്റ്റ് ബ്ലഡ് എടുക്കുന്നത്. വേസ്റ്റ് ബ്ലഡ് എടുക്കുന്നത് അല്ല, നമ്മുടെ ശരീരത്തില് വേസ്റ്റ് ബ്ലഡിനെ ക്ലീൻ ചെയ്യുന്നതിനാണ് ഹിജാമ എന്ന് പറയുന്നത്. ഹിജാമ എന്ന് പറയുന്നത് അല്ലേ? ട്രീറ്റ്മെന്റ് രീതികളാണ് എന്തിലുള്ളത്? നാച്ചുറോപ്പതിയിലുള്ളത് കേട്ടോ. അതായത് നമ്മുടെ ശരീരത്തിൽ ഓൾമോസ്റ്റ് എന്തുണ്ട്? കൂടുതലായിട്ട് മോർബിഡ് മാറ്ററുകൾ, വിഷപദാർത്ഥങ്ങളുണ്ട്. അത് പുറത്തേക്ക് പോയാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? നല്ലൊരു റിലീഫ് നമുക്ക് കിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമുക്കിപ്പോ അമിതമായിട്ട് വെയിറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഒരു രോഗം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഓവർ വെയിറ്റ് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിയുമ്പോഴാണ് എന്ത് പറയാ? ഡോക്ടർ നമ്മളോട് പറയും വെയിറ്റ് കുറക്കാനായിട്ട് പറയുക അല്ലെ? അപ്പൊ വെയിറ്റ് കുറക്കുന്നതിന്റെ മുന്നോടിയായിട്ട് നമ്മൾ ആദ്യം എന്താ ചെയ്യാം? ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മള് അല്ലെ കൃത്യമായിട്ടുള്ള ഒരു ഡയറ്റ് അല്ലെ, ആ ഒരു രീതി നമ്മൾ ഫോളോ ചെയ്യും. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് എക്സസൈസ് ചെയ്യും അല്ലെ. ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു ജിമ്മിൽ പോയിട്ടായിരിക്കും ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പോൾ യോഗ സെന്ററിൽ പോയിട്ട് യോഗ ചെയ്യും, അല്ലെങ്കിൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ യൂട്യൂബ് നോക്കി എന്ത് ചെയ്യും? നമ്മള് എക്സസൈസ് ചെയ്യും അല്ലെ. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫാറ്റ് എന്ത് ചെയ്യാണ്? ബേൺ ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ബോഡിയിൽ അടിഞ്ഞു കിടക്കുന്ന ഫാറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിഷപദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. അത് നമ്മൾ ബേൺ ചെയ്യുന്നത്, കത്തിച്ചു കളഞ്ഞാലാണ് എന്ത് ചെയ്യുന്നത്? അത് പുറത്തേക്ക് പോവുള്ളൂ അല്ലെ. അങ്ങനെയാണ് നമ്മുടെ വെയിറ്റ് എന്ത് ചെയ്യുന്നത്? കുറഞ്ഞു കുറഞ്ഞു വരുന്നത് അല്ലെ. അപ്പൊ ഇതാണ് ഇവിടെ പറയുന്നത്, നമ്മുടെ ബോഡിയിൽ എന്ത് വിഷപദാർത്ഥങ്ങൾ ഉണ്ടെങ്കിലും അത് പുറത്തേക്ക് പോയാൽ മാത്രമേ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിലീഫ് കിട്ടുള്ളൂ. ഇപ്പൊ വെയിറ്റ് ലോസിന്റെ കാര്യത്തിലാണെങ്കിൽ
ആ ഫാറ്റിനെ നമ്മൾ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നോർമലി ഒരു ഹെൽത്ത് ഉണ്ടാവും അല്ലെ, നല്ലൊരു രീതിയിലുള്ള ഒരു ഹെൽത്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇനി അപ്പൊ നമുക്ക് ഇതെന്ന് ഹോമിയോപ്പതിയും ഇത് തന്നെയാണ് പറയുന്നത്. അതായത് അതുകൂടാതെ ഇത് രണ്ടും ഏകദേശം ഒരു കാര്യത്തില് എംഫസിസ്, അതായത് ഊന്നൽ നൽകുന്നുണ്ട്. എന്താണെന്ന് വെച്ചാല് നമ്മുടെ ബോഡിക്ക് സ്വാഭാവികമായിട്ടൊരു ഇമ്മ്യൂണിറ്റി ഉണ്ട്, ഒരു പ്രതിരോധ ശേഷിയുണ്ട്. ആ പ്രതിരോധ ശേഷിയില് എന്ത് രോഗങ്ങളൊക്കെ നമുക്ക് വന്നു കഴിഞ്ഞാലും അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ഇവിടെ പറഞ്ഞു വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കാര്യം കൂടി പറയുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഹോമിയോപ്പതിയിലൊക്കെ നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ ആദ്യം പെട്ടെന്ന് നമുക്ക് കുറയില്ല, രോഗം കൂടുകയാണ് ചെയ്യാം. എന്തുകൊണ്ടത്? അതായത് നമ്മുടെ ശരീരം അതുമായിട്ട് എന്ത് ചെയ്യണം, അഡാപ്റ്റ് ചെയ്യണം അല്ലെ. നോർമലായിട്ട് നമുക്കൊരു ഇമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പൊ നമ്മുടെ ശരീരത്തിന് അങ്ങനെയുള്ള ഒരു ശക്തി ഉണ്ടെന്നാണ് പറയുന്നത്. അത് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് രോഗത്തിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഹെഡിങ് കൊടുക്കുക, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി. ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി. Homeopathy developed in 18th century. Homeopathy developed in 18th century. In case na 18th century ട്ടോ ഹോമിയോപ്പതി. ഹോമിയോപ്പതി വന്നത് 18ാം നൂറ്റാണ്ടിലാണ്. 18th century ആദ്യത്തെ പോയിന്റ് ആണ് കേട്ടോ. ഹോമിയോപ്പതി in case 18th century. In 18 അത് കിട്ടിയില്ല. ഇൻ 18 ഈ കമന്റ് നോക്കൂ, കമന്റ് വേസ്റ്റ് ആക്കേണ്ട ടൈം. ഓക്കെ, 18th century. ഇനി ഫാദർ ഓഫ് ഹോമിയോപ്പതി ആരാ? ഹിപ്പോക്രാറ്റസ്. ഹിപ്പോക്രാറ്റസ് ആണോ? ഹാനിമാൻ. ഹോമിയോപ്പതിയുടെ പിതാവ് ആരാ? സാമുവൽ ഹാനിമാൻ. 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 എന്ത് ഹാനിമാൻ? സാമുവൽ ഹാനിമാൻ. ആ, ഡോക്ടർ സാമുവൽ ഹാനിമാൻ ആണ് കേട്ടോ. സാമുവൽ ഹാനിമാൻ, ഫാദർ ഓഫ് ഹോമിയോപ്പതി. സാമുവൽ. എന്റെ കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. സാമുവൽ ഹാനിമാൻ. സാമുവൽ ഹാനിമാൻ. അടുത്ത പോയിന്റ് കേട്ടോ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി. ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി. is a medical system. Is a medical system based on the belief BELIEF that body can cure itself. Body can cure itself. ഒന്ന് കമന്റ് ബോക്സ് നോക്ക് കേട്ടോ.
കിട്ടിയോ എല്ലാവർക്കും? ഇല്ല. കമന്റ് ഇട്ടിട്ടുണ്ട്, ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. Homeopathy and naturopathy is a medical system based on the belief that the body can cure itself. Okay. ഓക്കെ, ആരെങ്കിലും ഒരാളെ സിദ്ധയെ കുറിച്ച് പറഞ്ഞു. സിദ്ധ സിസ്റ്റം നമ്മൾ പറഞ്ഞത് ഞാൻ പറയട്ടെ. സിദ്ധ Siddha system attempt to define disease as the condition in which a normal equilibrium ഏതൊക്കെയാ പോയിന്റ്സ് ഒക്കെ ഒന്ന് പറഞ്ഞു. equilibrium of the 5 elements in human beings is that result in different forms of discomfort. ഞാൻ നോട്ട്സ് പറഞ്ഞായിരുന്നു. Siddha system. പറയട്ടെ മാം. The Siddha system is a traditional system generated from Tamil culture. The system believes that the role of 3 components, Vata, Pitta, Kapha, it ensures prevention and the promotion of health through the principles of food is medicine and medicine is a food. Okay. Next, homeopathy and naturopathy. ആരാ പറയാ? Homeopathy developed in 18th century. Father of homeopathy, Samuel Hahnemann. Homeopathy and naturopathy is a medical system based on the belief that body can cure itself. Okay. ഒരു 5-6 ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ തരാം. ചെയ്യാൻ റെഡി ആണോ? Yes, ma'am. Yes, ma'am. Yes. Okay, ma'am. ആരും പറയരുത്, എഴുതിയാ മതി. ആൻസർ മാത്രം എഴുതി പോവാ കേട്ടോ. Okay, ma'am. First question. Ayush is formed in which year? Ayush is formed in which year? Okay, first കേട്ടോ. മാം ഒന്നുകൂടെ പറയോ? Ayush is formed in which year? Okay. Second question. Write the Pancha Mahabhutas. Write the Pancha Mahabhutas. Pancha Mahabhutas. Pancha Mahabhutas ഏതൊക്കെയാണെന്ന് എഴുതാ കേട്ടോ. അതാവിധല്ലേ? Pancha Mahabhutas. Okay. Second question. Second question പറഞ്ഞു. Third question. According to Ayurveda, what is the definition of disease? ഞാൻ കമന്റിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻസ് കമന്റിൽ ഇടുന്നുണ്ട്. അക്കോർഡിംഗ് ടു ആയുർവേദ, വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഡിസീസ്? Okay.
എഴുതിയോ? അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞോട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞോട്ടെ. Yes, ma'am. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Variation of the What are the two theories? What are the two theories in Unani? What are the two theories in Unani? Okay. അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. The Siddha generated from dash culture. The Siddha generated from dash culture. Okay. Next. Father of homeopathy. Who is the father of homeopathy? ഓക്കെ, എഴുതി കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റ് തരാം. എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ എഴുതുക കേട്ടോ. What are the two theories? 3 മിനിറ്റ് സമയം തരാം. ആൻസർ എഴുതി മാം. ആൻസർ പറയാം കേട്ടോ. Chadurdesha, Chadurdesha. ആൻസർ എഴുതി മാം. കഴിഞ്ഞ എല്ലാവരും കഴിഞ്ഞ Ayurveda, what is the definition of this? കഴിഞ്ഞോ? കഴിഞ്ഞു. ഓക്കെ, കഴിഞ്ഞു മാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ? 2014. 2014 9th November 2014. ഓക്കെ, Water, air, space, earth, fire. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2014 ആണ്. സെക്കൻഡ് പഞ്ചമഹാഭൂതങ്ങൾ അല്ലെ? എർത്ത്, സ്പേസ്, Water, air, fire. ഓക്കെ. ഡിസീസ് എന്താ? അടുത്ത ക്വസ്റ്റ്യൻ. Changes in Vata, Pitta, Kapha. Vata, Pitta, Kapha. Vata, Kapha, causing disease. They are harmony with each other, but in a human body, one of them dominating called disease. And is called as disease. Okay. Next. രണ്ട് തിയറികൾ ആയിരിക്കാം. ചതുർഭുജ ചതുർഭൂത തിയറി, ചതുർദോഷ തിയറി. നെക്സ്റ്റ്. ഫാദർ ഓഫ് ഹോമിയോപ്പതി ആരാ? ഹനുമാൻ. What are the theory of എല്ലാവർക്കും What are the theory of Unani എന്ന് പറഞ്ഞ മാം? ചതുർഭുജ മാം. 4 question. ചതുർഭുജ, ചതുർദോഷ, ചതുർഭുജ and ചതുർദോഷ. ചതുർഭുജ theory and ചതുർദോഷ. അത് ശരിയായില്ലേ? ഡിസീസ് എന്ന് പറഞ്ഞ അക്കോർഡിംഗ് ടു disease എന്ന് പറയുന്നത് they are in harmony with each other.
They are in harmony with each other. But in human body, one of them is dominating and is called disease. And is called disease. Okay. Okay. എല്ലാവർക്കും കിട്ടിയോ? കിട്ടാത്തത് ആരെങ്കിലും ഉണ്ടോ? പ്രൈതി പഞ്ചമഹാഭൂതയുടെ ഫയർ, വാട്ടർ, സ്പേസ്, എർത്ത്. പ്രൈതി പഞ്ചമഹാഭൂതയുടെ ആൻസർ എന്ന് പറഞ്ഞു. എർത്ത്, സ്പേസ്, ഫയർ, എയർ, വാട്ടർ. എയർ, സ്പേസ്, ഫയർ, വാട്ടർ. ഓക്കെ 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 ഓക്കെ. നമുക്ക് അടുത്തതിലോട്ട് പോവാമല്ലോ. യെസ് മാം. ഓക്കെ മാം. ഓക്കെ. അപ്പൊ ഈ ഒരു എത്ര A മുതൽ E വരെയുള്ള സംഭവങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞു തീർത്തത് അല്ലേ? ഓക്കെ. എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണോ? ഓക്കെ. അടുത്തത് ആരാ വായിക്കുക? ഇവിടെ വരെ വായിക്കണം കേട്ടോ. വായിക്കുമ്പോ 3 വരെ കേട്ടോ. ഓക്കെ, കാണുന്നില്ലേ? ഇവിടെ തുടങ്ങി ഇത് തീരുന്ന വരെയുള്ള പാരാഗ്രാഫ്. തേർഡ് ഫേസ് വരെ വായിക്കണം. ആരാ വായിക്കാം? വായിക്കും മാം. ഐഷുത്തുള്ള ആരാ വായിക്കാം മോളെ? ശരി, വായിച്ചോളൂ കേട്ടോ. സ്റ്റാർട്ട് ചെയ്തോളൂ. ആരെങ്കിലും വായിക്കാൻ? ഞാൻ വായിക്കാം. മഞ്ജു. മഞ്ജു ആണോ? സജ്ജൻ? അല്ല അല്ല, സജ്ന. ഓക്കെ ഓക്കെ ഓക്കെ, വായിച്ചു. ഓക്കെ. മോഡേൺ അലോപ്പതി, അത് മുതല മാം? അത് തുടങ്ങി. Modern allopathy healthcare system in India. The modern allopathic healthcare system. Okay. The modern allopathy healthcare system in India include a public sector, private sector, and an informal network of care providers. India's health system can be categorized into 3 different phases. In the initial phase of 1947-1983, health policy was thought to be based on two board principles. None should be denied health care because of the lack of pay. It was the moral duty of the state to provide health care to the people. This phase saw moderate achievements. In the second phase of 1983-2020, a national health policy was proclaimed for the first time 1983, which pronounced clearly the need to encourage private initiatives in healthcare service delivery. The policy also intensified the access of publicly funded primary health care, facilitating expansion of health facilities in rural areas through National Health Programs (NHP). The third phase, post 2000, witnessing a further shift and widening of focus. The current phase addresses main issues such as public-private partnership, liberalization of insurance sector, and the government as a financier. Okay. എന്താ മനസ്സിലായത് വായിച്ചിട്ടും? ഇതില് സജ്ജന ഹെൽത്ത് കെയർ സിസ്റ്റം, ഇന്ത്യയിലെ ട്രഡീഷണൽ ആയിട്ടുള്ള ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ കുറിച്ചിട്ട്, അതിന്റെ ആയുർവേദ അത് അല്ല ഞാൻ പറഞ്ഞുതരാം കേട്ടോ.
അപ്പൊ എല്ലാവരും വായിച്ചെന്ന് വിശ്വസിക്കുന്നു. മൈക്കിലെങ്കിലും റീഡ് എടുത്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് പറയുന്നത്. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കുക. ഞാൻ പറയുന്നത് വരെ ആരും സംസാരിക്കരുത്. എല്ലാവരുടെയും ഓഡിയോ ഓഫ് അല്ല, എക്കോ വരുന്നുണ്ട്. എന്താ? എല്ലാരും മ്യൂട്ട് ചെയ്തിട്ടില്ല. എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. എല്ലാവരും മ്യൂട്ട് ചെയ്തോ. എക്കോ വരുന്നുണ്ട്, മ്യൂട്ട് ചെയ്യും. ഓക്കെ. മോഡേൺ അലോപ്പത്തിക് ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. അതായത് പുതിയ രീതിയിലുള്ള മോഡേൺ ആയിട്ടുള്ള, നമുക്കറിയാലോ അലോപ്പത്തിക് ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. നമ്മുടെ നാട്ടില് മോഡേൺ ആയിട്ടുള്ള മരുന്നുകൾ, ആ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം വന്നത്, അല്ലെങ്കിൽ ആ ഒരു സമയത്തെ ആ ഒരു സിസ്റ്റമാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇംഗ്ലീഷ് മരുന്നുകളുടെ ആരംഭം, അതായത് ബ്രിട്ടീഷുകാരുണ്ടായിരുന്ന സമയത്ത് തന്നെ എന്തുണ്ട്, നമുക്ക് ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നുണ്ട്, മോഡേൺ മെഡിസിൻ ആരംഭിച്ചിട്ടുണ്ട് അല്ലെ. ഓക്കെ. അപ്പോ ആ ഒരു അവരുടെ ഒരു സംഭാവനയാണെന്ന് വേണമെങ്കിൽ എന്ത് പറയാം, നമ്മൾ ഈ കാണുന്ന എന്ത് ചെയ്യുന്ന നമ്മുടെ ആ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറയുന്നത് അവരുടെ ഒരു സംഭാവനയാണ്. ധാരാളം കാര്യങ്ങൾ അവർ സംഭാവന ചെയ്തിട്ടുണ്ട് അല്ലെ. അതിപ്പോ മെഡിക്കൽ രംഗത്തും, അതുപോലെ റെയിൽവേ, പോസ്റ്റൽ, അതുപോലെ തന്നെ എയർ, കുറെ, അതായത് വളരെയധികം സെക്ടറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രിട്ടീഷുകാർ നമുക്ക് കോൺട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒന്നാണ് ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോ ഇതിനകത്ത് നമ്മുടെ ഇന്ത്യയിൽ എങ്ങനെയാണ് ആ ഒരു കാര്യങ്ങള് ഇതുവരെ ഇംപ്ലിമെന്റ് ചെയ്ത് വന്നതെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ. സൗണ്ട് കുറച്ച് പറഞ്ഞാൽ ഓക്കെ. ഓക്കെ. For the modern allopathic healthcare system in India includes a public sector, private sector, and an informal network of care providers. അപ്പൊ നമ്മുടെ മോഡേൺ അലോപ്പത്തിക് ഹെൽത്ത് കെയർ സിസ്റ്റത്തില് 3 ആളുകളുണ്ട്. അതിനകത്ത് ഒരാളിന്റെ പേരാണെന്ത്, പബ്ലിക് സെക്ടർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ആളാണ് പ്രൈവറ്റ് സെക്ടർ. മൂന്നാമത്തെ ആളാണ് ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ്. ഓക്കെ. അപ്പോ നമുക്കറിയാം പബ്ലിക് സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, പൊതുമേഖല. നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ 3 തരത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. നമ്മളിപ്പോ ഹോസ്പിറ്റൽസ് ഒക്കെ കാണുമ്പോ എന്താണ് നമുക്കറിയാം അല്ലെ, ഒന്നെന്തുണ്ട്, നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഉണ്ട് അല്ലെ. അതൊക്കെ ഉൾപ്പെടുന്നത് ഏത് മേഖലയിലാണ്, പബ്ലിക് സെക്ടറിലാണ്. രണ്ടാമത്തത് വരുന്നത് സാധാരണ എന്താ പറയാ, ഇപ്പൊ ക്ലിനിക്കുകൾ അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ട് അല്ലെ. അതൊക്കെ വരുന്നത് എന്തിലാണ്, പ്രൈവറ്റ് സെക്ടറിലാണ്. ഇനി മൂന്നാമത്തേത് ഒരു വിഭാഗമുണ്ട്, അവരെയാണ് എന്ത് പറയാ, ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത്. അതായത് ആതുര സേവന രംഗം എന്ന് നമുക്ക് പറഞ്ഞു കേട്ടിട്ടില്ല. അതായത് ഈ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ആവശ്യത്തിനൊക്കെ നമ്മള് വിളിക്കുമ്പോ പെട്ടെന്നൊക്കെ ഓടി വരില്ലേ നമ്മുടെ ഹെൽപ്പിനായിട്ട്. ഇപ്പോ വീൽ ചെയറിലുള്ള രോഗികളെ കൊണ്ടുപോകാനായിട്ടോ അല്ലെങ്കിൽ സ്ട്രെച്ചറിലുള്ള രോഗികളൊക്കെ കൊണ്ടുപോകാനായിട്ടൊക്കെ ആളുകളൊക്കെ ഓടി വരില്ലേ. ചിലവർ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ടാവില്ലേ. അതിനെയാണ് എന്ത് പറയുന്നത്, ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ നമ്മുടെ മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റം 3 ആയിട്ടുണ്ട്, തിരിച്ചിട്ടുണ്ട്. 1 പബ്ലിക് സെക്ടർ, 2 പ്രൈവറ്റ് സെക്ടർ, 3 ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? അപ്പൊ മാം മൂന്നാമത്തേല് ആംബുലൻസ് സർവീസ് ഒക്കെ പെടൂല്ലേ? ആംബുലൻസ് സർവീസ് വരും. പെയിൻ ആൻഡ് പാലിയേറ്റീവ്. പെട്ടെന്ന് ഒരാവശ്യത്തിന് നമ്മളൊക്കെ എന്താണ് വിളിക്കുന്നത്, പെട്ടെന്നൊക്കെ ഓടി വരില്ലേ, എന്തെങ്കിലും ഒരു ആവശ്യത്തിനൊക്കെ ഇട്ട് വരില്ലേ നമ്മുടെ അടുത്ത്. ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന സംഘടന പ്രവർത്തകരൊക്കെ കാണുമല്ലോ. ഉണ്ട്. അവരൊക്കെ ഈ ഒരു ഇതിലാ വരുന്നത് കേട്ടോ. ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സിലാണ് വരുന്നത്. പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ എന്താ, പെയിൻ ആൻഡ് പാലിയേറ്റീവ് അതൊക്കെ അതിനകത്ത് വരും. ഓക്കെ. ഇനി ആദ്യത്തേത് നോക്കൂ കേട്ടോ. ഇന്ത്യസ് ഹെൽത്ത് സിസ്റ്റം ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻടു 3 ഡിസ്റ്റിങ്ക്ട് ഫേസസ്. അതായത് ഇന്ത്യയുടെ ഹെൽത്ത് സിസ്റ്റത്തിനെ നമുക്ക് എന്ത് ചെയ്യാം, 3 ഇതായിട്ട് എന്ത് ചെയ്യാം, 3 ഫേസസ് ആയിട്ട് നമുക്ക് തരംതിരിക്കാം. 3 ഫേസസ് ഉണ്ട്. അതിനകത്ത് ആദ്യത്തേതാണ്
in the initial phase of 1947 to 1983. അപ്പൊ അതിന്റെ ആദ്യത്തേത് ഏതാ? 1947 മുതല് 83 വരെ ഉള്ള കാലഘട്ടത്തിനെയാണ് നമ്മള് ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 1947 to 1983 വരെയുള്ള കാലഘട്ടത്തിലെ സംഭവങ്ങളാണ് ഇനി ഞാനിവിടെ പറയാൻ പോകുന്നത്. ഹെൽത്ത് പോളിസി വാസ് തോട്ട് ടു ബി ബേസ്ഡ് ഓൺ ടു ബ്രോഡ് പ്രിൻസിപ്പിൾ. അതായത് ആ ഒരു കാലഘട്ടത്തില് രണ്ട് മേജർ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം ഇവിടെ പ്രവർത്തിച്ചു വന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഹെൽത്ത് കെയർ സിസ്റ്റത്തിലെ ആ രണ്ട് ഫേമസ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് എന്തായിരുന്നു. ഓക്കെ, ഫസ്റ്റ് വൺ, നൺ ഷുഡ് ബി ഡിനൈഡ് ഹെൽത്ത് കെയർ ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് പെയിൻ. അതായത് ആദ്യത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ആരും തന്നെ ആർക്കും തന്നെ ചികിത്സ നിഷേധിക്കാൻ പാടില്ല പണമില്ലാത്തത് മൂലം. അതാണ് ആദ്യത്തെ പ്രിൻസിപ്പിൾ. ഓക്കെ, പണമില്ലാത്തത് കൊണ്ട് ആരും തന്നെ ചികിത്സ നിഷേധിക്കാൻ പാടില്ല ആർക്കും. അതായത് നമ്മുടെ ബ്രിട്ടീഷുകാരുടെ സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഇവിടെ ഉണ്ടെങ്കിൽ പോലും പാവപ്പെട്ട ആളുകൾക്കൊക്കെ പ്രോപ്പറായിട്ട് ചികിത്സ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ എന്ന് പറഞ്ഞാല് ജന്മിത്ത വ്യവസ്ഥിതി ആയിരുന്നല്ലോ. ജന്മിമാര്, അടിയാന്മാര്, അങ്ങനെയുള്ള എന്താ പറയാ തരംതിരിവ് ക്ലാസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ തീരെ പാവപ്പെട്ട ആളുകളൊക്കെ ധാരാളം പേരത് മരിച്ചിട്ടുണ്ടായിരിക്കും ചിലപ്പോ ചികിത്സ കിട്ടാത്തത് മൂലം. പണമുള്ള ആളുകൾക്ക് മാത്രമാണ് ചികിത്സ ഉണ്ടായിരുന്നത് അന്നത്തെ കാലത്ത്. അപ്പൊ ബ്രിട്ടീഷുകാർ പോയതിനു ശേഷം നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഇതിന് വേണ്ടിയിട്ട്, അതായത് അങ്ങനെയുള്ള ഒരു വ്യവസ്ഥ ഇനി ഇന്ത്യയിൽ പാടില്ല എന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്തത്, ഈ ഒരു പ്രിൻസിപ്പിൾസ് കൊണ്ടുവന്നത്. അതായത് പണമില്ലാത്തത് മൂലം ആർക്കും ചികിത്സ നിഷേധിക്കാൻ പാടില്ല. പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാതെ ഏത് സമയത്തും ആർക്ക് വേണമെങ്കിലും ചികിത്സ ലഭിക്കാൻ അവകാശമുണ്ട്. അതാണ് ആ ഒരു പ്രിൻസിപ്പിൾസിന്റെ തത്വം എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ? ക്ലിയർ? ഇനി സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത്, it was the moral duty of the state to provide health care to the peoples. This phase saw moderate achievements. Okay. അപ്പോ രണ്ടാമത്തേതെന്ന് പറയുന്നത് അതായത് സ്റ്റേറ്റിന്റെ ഡ്യൂട്ടിയാണ് എന്ത് കൊടുക്കുക, ആളുകൾക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇത് കൊടുക്കുക, അതായത് അവർക്ക് ചികിത്സ കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു ഡ്യൂട്ടിയാണ് ജനങ്ങൾക്ക് ചികിത്സ കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, അതൊരു എന്താ പറയാ മോറൽ ആയിട്ടുള്ള ഡ്യൂട്ടി ആയിട്ട് എന്ത് ചെയ്തു, ഗവൺമെന്റ് ഏറ്റെടുത്തു. ഇപ്പൊ നമ്മുടെ കുട്ടികൾക്ക് 6 തുടങ്ങി 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം അല്ലേ, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ അല്ലേ ഗവൺമെന്റ് കൊടുക്കുന്നേ. അതുപോലെ തന്നെ ആ ഒരു കാലഘട്ടത്തില് ആളുകൾക്ക് സൗജന്യവും അതുപോലെ തന്നെ ഒരു സ്റ്റേറ്റിന്റെ തന്നെ ഒരു ഡ്യൂട്ടി ആയിട്ട് കണ്ടുകൊണ്ട് എല്ലാവർക്കും ചികിത്സ കൊടുക്കാനായിട്ട് ആരംഭിച്ചു. അപ്പൊ ഈ രണ്ട് പ്രിൻസിപ്പിൾസ് ആണ് ഈ ഒരു 1947 തുടങ്ങി 1983 വരെ ഇന്ത്യയില് മുൻതൂക്കം കൊടുത്തിരുന്നത്. എന്തില്? ഹെൽത്ത് കെയർ സിസ്റ്റത്തില്. ഓക്കെ, ഈ സമയത്ത് ഹെൽത്ത് കെയറിൽ ചില മോഡറേറ്റ് ആയിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് തുടങ്ങി. ചികിത്സാ സംബന്ധമായിട്ട് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ഈ രണ്ട് പോയിന്റ്സും നന്നായിട്ട് വായിച്ചാൽ മതി കേട്ടോ. മനസ്സിലായി വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് ഫേസും തേർഡ് ഫേസും ഒക്കെ കണ്ടിന്യൂഷൻ എടുക്കാം. ഓക്കെ, Okay, thank you, ma'am. താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.
ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ കയറാത്തോണ്ട് എനിക്ക് ആകെ ഒരു ഡൗട്ട്സുകളാ. ഇത്തയുടെ നമ്പർ ഒന്ന് പറയുമോ? ഫോൺ നമ്പർ വാട്സപ്പില്. ആരെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ അറിയില്ലാത്തൊക്കെ അതിനകത്ത് ഇട്ടാൽ മതിയല്ലോ. വാട്സപ്പ് ഗ്രൂപ്പ് ഓൾറെഡി ഉണ്ട്. അതിൽ ജോയിൻ ഉണ്ട്. ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പേര് ജോയിൻ ചെയ്യണം കേട്ടോ. അത് എവിടെയാ? നമ്പർ ഒന്ന് തരുമോ? എനിക്കറിയില്ല.